നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാരുടെ 2026 ഫെബ്രുവരി മാസഫലം. ഈ മാസത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഗതിവിഗതികളിൽ അതീവ പ്രാധാന്യമുള്ളൊരു സമയമാണ്. ഗ്രഹങ്ങളുടെ വിന്യാസവും അവ മനുഷ്യജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും മിഥുനക്കൂറിലെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇത് പരിവർത്തനത്തിൻ്റെയും പക്വതയുടെയും മാസമാണ്. ഫെബ്രുവരി മാസത്തിലെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ആദ്യം കണ്ണിലുടക്കുന്നത് കുംഭൻ രാശിയിൽ സംഭവിക്കുന്ന അപൂർവമായ പഞ്ചഗ്രഹ സംയോഗമാണ്. സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, രാഹു ഇവർ ഒത്തുചേരുന്ന ഈ വിന്യാസം ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്താൻ പ്രാപ്തിയുള്ളതാണ്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സംയോഗം അവരുടെ 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്താണ് സംഭവിക്കുന്നത്. ഇത് ഭാഗ്യ അനുഭവങ്ങൾ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ചില ജ്യോതിഷ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നുമുണ്ട്. ഫെബ്രുവരി 13 ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത് വർഷത്തിലെ ഏറ്റവും വലിയ ജ്യോതിഷ സംഭവങ്ങളിലൊന്നാണ്. മിഥുനക്കൂറിലെ തിരുവാതിരക്കാർക്ക് ഇത് 10ാം ഭാവത്തിലെ കർമ്മസ്ഥാന ശനിയുടെ തുടക്കമാണ്. ശനി ഒരു രാശിയിൽ 2.5 വർഷത്തോളം തുടരുമെന്നതിനാൽ കരിയറിലെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾക്ക് ഈ മാസം അടിത്തറയിടുന്നു. കൂടാതെ ഫെബ്രുവരി 17 സംഭവിക്കുന്ന വളയ സൂര്യഗ്രഹണം കുംഭൻ രാശിയിലാണ് ഭാഗ്യസ്ഥാനത്തെ ഊർജ്ജത്തെ പുനഃക്രമീകരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ശിവന്റെ അംശമായ രുദ്രൻ ദേവതയായും രാഹു അധിപനായും വരുന്ന നക്ഷത്രമാണ് തിരുവാതിര. മിഥുനക്കൂറിൽ പൂർണ്ണമായും വ്യാപിച്ചു നിൽക്കുന്ന ഈ നക്ഷത്രം ഗവേഷക ബുദ്ധിയുള്ളവരും കഠിനാധ്വാനികളുമാണ്. കണ്ണുനീർ തുള്ളിയുടെ അടയാളമുള്ള ഈ നക്ഷത്രം ശുദ്ധീകരണത്തെയും മാറ്റത്തെയും സൂചിപ്പിക്കുന്നു. 2026 വർഷം തിരുവാതിരക്കാർക്കൊരു ഭാഗ്യവർഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം വ്യാഴത്തിന്റെ അനുകൂലമായ സ്ഥാനവും മുൻകാല തടസ്സങ്ങളുടെ അവസാനവും ഈ വർഷം സംഭവിക്കുന്നു. ഫെബ്രുവരി മാസം ഈ ഭാഗ്യവർഷത്തിലെ ഒരു നിർണായക ഘട്ടം കൂടിയാണ്. 9ാം ഭാവത്തിലെ രാഹു വിദേശ യാത്രകൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനും വഴിതെളിക്കുമ്പോൾ 10ാം ഭാവത്തിലെ ശനി ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നു. ഈ രണ്ട് ഊർജ്ജങ്ങളും ഒത്തുചേരുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭൗതികമായ പുരോഗതിയും ആത്മീയമായ പക്വതയും നൽകും. ഭൗതികമായ സുഖങ്ങളെക്കാൾ ആത്മീയമായ ഉണർവിന് മുൻഗണന നൽകുന്ന ഒരു മാറ്റം ഈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രകടമാകും. തിരുവാതിര നക്ഷത്രക്കാരുടെ കരിയറിൽ 2026 ഫെബ്രുവരിയിൽ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിട്ടാണ് കാണുന്നത്. ശനി 10ാം ഭാവത്തിലേക്ക് മാറുന്നത് കർമ്മസ്ഥാന ശനി എന്നറിയപ്പെടുന്നു. ഇത് പൊതുവെ ജോലിയിൽ കഠിനാധ്വാനവും സമ്മർദ്ദവും വർദ്ധിപ്പിക്കുമെങ്കിലും ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ സഹായിക്കുന്ന സമയമാണ്. ഈ മാറ്റം അലസത ഒട്ടും പ്രോത്സാഹിപ്പിക്കില്ല. കുറുക്കുവഴികളിലൂടെ വിജയിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ സമയം വെല്ലുവിളികൾ നിറഞ്ഞതാകും. ഒരു വിദഗ്ധ സംഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ കാലയളവിൽ നിങ്ങളുടെ ജോലിയോടുള്ള വിശ്വസ്തതയും ഉത്തരവാദിത്വവും മേലുദ്യോഗസ്ഥരിൽ നിരീക്ഷിക്കപ്പെടും. 10ാം ഭാവത്തിലെ ശനി നിങ്ങളെ കൂടുതൽ കാര്യക്ഷമമുള്ളവരാക്കി മാറ്റുകയും ചെയ്യും. ഫ്രീലാൻസ് ജോലികൾ ചെയ്യുന്നവർക്ക്, മൾട്ടിനാഷണൽ കമ്പനികളിൽ പ്രവർത്തിക്കുന്നവർക്കും വിദേശ സ്വാധീനമുള്ള മേഖലകളിൽ വലിയ പുരോഗതി ഉണ്ടാകും. ചില വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി സംബന്ധമായ യാത്രകളും നടത്തേണ്ടി വരും. ഫെബ്രുവരി 25 മുതൽ ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതോടെ ഔദ്യോഗിക ആശയവിനിമയങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇമെയിലുകൾ അയക്കുമ്പോഴോ കരാറുകളിൽ ഒപ്പിടുമ്പോഴോ ചെറിയ തെറ്റുകൾ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് തൊഴിലിടത്തിലെ ശത്രുത ഒഴിവാക്കാൻ സഹായിക്കും. സാമ്പത്തികമായി തിരുവാതിര നക്ഷത്രക്കാർക്ക് 2026 ഫെബ്രുവരി അനുകൂല മാസമാണ്. 10ാം ഭാവത്തിലെ ശനിയും ഭാഗ്യസ്ഥാനത്തെ രാഹുവും ചേർന്ന് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കുന്നു. ഭൂമി ഇടപാടുകൾ, കാർഷിക മേഖല എന്നിവ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. മാസത്തിന്റെ ആദ്യ പകുതിയിൽ പഴയ കുടിശ്ശികകൾ ലഭിക്കാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. 9ാം ഭാവത്തിലെ ഗ്രഹസംയോഗം അപ്രതീക്ഷിത ചെലവുകൾക്ക് കാരണമാകും. യാത്രകൾ, കുടുംബത്തിലെ ശുഭകർമ്മങ്ങൾ അല്ലെങ്കിൽ മുതിർന്നവരുടെ ആരോഗ്യത്തിനായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ഊഹക്കച്ചവടങ്ങൾ ഈ മാസം ഗുണകരമാകില്ല. അതിനാൽ ലോട്ടറി, ഷെയർ മാർക്കറ്റിലെ വലിയ റിസ്കുകൾ എന്നിവ ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും. ദീർഘകാല നിക്ഷേപങ്ങളായ ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭാവിയിൽ സുരക്ഷിതത്വം നൽകും. കുടുംബജീവിതത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം സമാധാനവും സന്തോഷവും നൽകും. മാതാപിതാക്കളോടൊപ്പം താമസിച്ച് ജോലി ചെയ്യാനുള്ള അവസരവും ലഭിക്കും. മനസ്സിന് സന്തോഷം നൽകുന്നതാണ് ഇതൊക്കെ. മക്കളുടെ സംരക്ഷണം നൽകുന്ന സമാധാനം ഈ വർഷത്തെ പ്രത്യേകതയാണ്. മിഥുനക്കൂറുകാരുടെ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം ബന്ധങ്ങളിൽ പക്വതയും മാന്യതയും കൊണ്ടുവരും. കുടുംബത്തിലെ പഴയ തർക്കങ്ങൾക്ക് പരിഹരിക്കപ്പെടും. എന്നിരുന്നാലും ഫെബ്രുവരി 15 മുതൽ 17 വരെ ചന്ദ്രാഷ്ടമ ദിനങ്ങളിൽ ചെറിയ തർക്കങ്ങൾ വലിയ വഴക്കുകളിലേക്ക് നീങ്ങാനും ഇടയുണ്ട്. ഈ സമയത്തുള്ള വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കേണ്ടതും അത്യാവശ്യമാണ്. വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ ആലോചനകൾ വരാൻ ഈ മാസം സാധ്യതയുണ്ട്. ഫെബ്രുവരിയിലെ വിവാഹ മുഹൂർത്ത ദിവസങ്ങൾ 5, 6, 8, 10, 12, 14, 19, 20, 21, 24, 25, 26 ഈ ദിവസങ്ങൾ ഗുണകരമാണ്. പ്രണയബന്ധങ്ങൾ കൂടുതൽ തീവ്രത ഉണ്ടാകുമെങ്കിലും സംശയങ്ങൾ ഒഴിവാക്കി തുറന്ന ആശയവിനിമയം നടത്തുന്നത് ബന്ധം ദൃഢമാക്കാൻ സഹായിക്കും. ആരോഗ്യകാര്യത്തിൽ തിരുവാതിര നക്ഷത്രക്കാർ 2026 ഫെബ്രുവരിയിൽ മിതത്വം പാലിക്കണം.
ശനി 10ാം ഭാവത്തിൽ നിൽക്കുന്ന അമിതമായ ജോലിഭാരവും തന്മൂലം ശാരീരിക തളർച്ചയും കാരണമാകും. ഉറക്കമില്ലായ്മ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നാഡീ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായകമാകും. ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ ഈ മാസം അമിതമായി അധ്വാനിക്കുന്നത് ഒഴിവാക്കണം. ഭക്ഷണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും കൃത്യസമയത്ത് ഉറങ്ങുന്നതും ആരോഗ്യ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. മാസാവസാനത്തിലെ സൂര്യഗ്രഹണം ആരോഗ്യത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിനിടയുള്ളതിനാൽ ഈ സമയം കൂടുതൽ വിശ്രമവും ആവശ്യമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 ഫെബ്രുവരി കഠിനാധ്വാനം ആവശ്യപ്പെടുന്ന മാസമാണ്. മിഥുനക്കൂറിലെ വ്യാഴത്തിന്റെ ദൃഷ്ടി പഠനത്തിൽ താല്പര്യം നൽകുമെങ്കിലും 10ാം ഭാവത്തിലെ ശനി പരീക്ഷകളിൽ കടുത്ത മത്സരം നേരിടേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സാങ്കേതികവിദ്യ, നിയമം, ഫൈനാൻസ് എന്നീ മേഖലകളിൽ പഠിക്കുന്നവർക്ക് ഈ മാസം ഗുണകരവുമാണ്. വിദേശത്ത് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന തിരുവാതിരക്കാർക്ക് ഫെബ്രുവരി മാസത്തിലെ ഗ്രഹനിലകൾ അനുകൂലമായ വഴികൾ തുറന്നു നൽകും. എന്നിരുന്നാലും ബുധന്റെ വക്രഗതി പഠനത്തിൽ ഏകാഗ്രത കുറയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുന്നത് വിജയത്തിലെത്തിക്കും. മഹാശിവരാത്രി വ്രതവും പൂജകളും തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപനായ രുദ്രനെ ആരാധിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ്. പാൽ, തേൻ, നെയ്യ് എന്നിവ ഉപയോഗിച്ച് ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുന്നത് പാപശമനത്തിനും ആരോഗ്യത്തിനും ഉത്തമമാണ്. ഓരോ അഭിഷേക ദ്രവ്യത്തിനും പ്രത്യേക ഫലങ്ങളുണ്ട്. പാൽ പരിശുദ്ധിക്കും, തേൻ ജീവിതത്തിലെ മധുരത്തിനും, നെയ്യ് വിജയത്തിനും സഹായിക്കുന്നു. ശിവന് ഏറ്റവും പ്രിയപ്പെട്ട കൂവളത്തിൽ സമർപ്പിക്കുന്നത് ഗുണകരമാണ്. ശിവരാത്രിയിൽ 4 യാമങ്ങളിലും പൂജകളിലും പങ്കുചേരുന്നത് ആത്മീയ ഉന്നതിക്ക് സഹായിക്കും. ആദ്യ യാമത്തിൽ പാൽ, 2ാം യാമത്തിൽ തൈര്, 3ാം യാമത്തിൽ നെയ്യ്, 4ാം യാമത്തിൽ തേൻ എന്നിങ്ങനെയാണ് അഭിഷേകം നടത്തേണ്ടത്. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ഗുണകരമാണ്. ഫെബ്രുവരി 14, 28 തീയതികളിൽ വരുന്ന ശനി പ്രദോഷം ശനി ദോഷങ്ങൾ അകറ്റാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ശനിയാഴ്ചകളിൽ വരുന്ന പ്രദോഷം വ്രതം എടുക്കുന്നത് കർമ്മദോഷങ്ങൾ തീർക്കാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ എള്ളുവിളക്ക് തെളിയിക്കുന്നത് തൊഴിൽ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. ഭഗവാന് പ്രിയപ്പെട്ട നീല പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ദിവസവും ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ആത്മീയ ധൈര്യം വർദ്ധിപ്പിക്കുകയും ഭയങ്ങൾ അകറ്റാനും സഹായിക്കും. ചന്ദ്രാഷ്ടമ ദിനങ്ങൾ. ജ്യോതിഷത്തിൽ ചന്ദ്രൻ ജന്മരാശിയുടെ 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്തെയാണ് ചന്ദ്രാഷ്ടമം എന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് മനസ്സിന് അസ്വസ്ഥത, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പാളിച്ചകൾ, അനാവശ്യമായ ഭീതി എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഫെബ്രുവരി മാസത്തിലെ ചന്ദ്രാഷ്ടമ സമയം ഫെബ്രുവരി 15 പുലർച്ചെ 12:42 മുതൽ ഫെബ്രുവരി 17 രാവിലെ 9:06 വരെയാണ്. ഈ ദിവസങ്ങളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഒഴിവാക്കുക. യാത്രകളിൽ അതീവ ജാഗ്രത പാലിക്കുക. പ്രധാനപ്പെട്ട കരാറുകൾ ഒപ്പിടുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റുക. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. കുടുംബാംഗങ്ങളുമായി തർക്കങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുക. ഈ സമയത്ത് മൗനം പാലിക്കുന്നതും ലളിതമായ ഭക്ഷണക്രമം സ്വീകരിക്കുന്നതും ഗുണകരമാണ്.